നവീൻ ബാബുവിന്റെ ദേഹത്ത് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിരുന്നു? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും 12-ാം തീയതി ഒരു നിർണായക ദിവസമാണ്. അതെ, തീർച്ചയായിട്ടും 12-ാം തീയതി കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കും. മഞ്ജുഷ നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണം, അസ്വാഭാവികതയുണ്ട്, CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് മഞ്ജുഷയാണ് ഹർജി കൊടുത്തിരിക്കുന്നത്, നവീൻ ബാബുവിൻ്റെ ഭാര്യ. കോടതി ഇപ്പോൾ പറയുന്നത്, ഈ കേസ് ഇപ്പോൾ പരിഗണിച്ചിരുന്നു കോടതി. അപ്പോൾ കോടതി പറയുന്നത് CBI വരണോ വേണ്ടയോ എന്നുള്ള കാര്യം വിശദമായിട്ട് പരിശോധിക്കും. CBI അന്വേഷണം അനിവാര്യമാണോ, ഒഴിച്ചുകൂടാനാകാത്തതാണോ എന്ന് കോടതി 12-ാം തീയതി കൂടുതൽ വിശദമായിട്ട് പരിശോധിക്കും. മാത്രമല്ല, പോലീസ് കേസ് ഡയറി സമർപ്പിച്ചിട്ടുണ്ട്. കേസ് ഡയറിയും പോലീസ് കോടതി കൃത്യമായിട്ട് പരിശോധിച്ച് അതിലൊരു നിർണായകമായ ഒരു നീക്കം നടത്തും, തീരുമാനം എടുക്കും എന്നാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത്, അദ്ദേഹമാണ് ഹർജി പരിഗണിക്കുന്നത്, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കേസ് ഡയറിയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ കേസ് ഡയറി കൃത്യമായ രീതിയിലല്ല സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ, വിലയിരുത്തലുകൾ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. കേസ് ഡയറിയിൽ കൃത്രിമമായി ചമച്ച തെളിവുകളാണ് നൽകിയിരിക്കുന്നതെങ്കിലും അങ്ങനെയാണെങ്കിൽ മഞ്ജുഷയുടെ അഭിഭാഷകൻ അതിനെ പൊളിച്ചടുക്കാമല്ലോ. അതിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിനും എതിർവാദങ്ങൾ ഉന്നയിക്കാം, തെളിവുകൾ ഹാജരാക്കാം. കോടതി ഏതാണ് പറഞ്ഞത്, ഈ കേസിൻ്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്നത് പോലെ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ CBI അന്വേഷണം കൂടിയേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരും എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും കേസ് ഡയറി വിശദമായി പരിശോധിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത്. ഈ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്, കൃത്യമായ അന്വേഷണം നടന്നു, ഒരു പക്ഷപാതവും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല, നവീൻ ബാബുവിൻ്റെ ദേഹത്ത് മുറിവുകളൊന്നുമില്ല, ഇത് കൊലപാതകമാണെന്ന് സംശയമുണ്ടെങ്കിൽ അതും അന്വേഷിക്കാൻ തയ്യാറാണ്. അത് പ്രതിയുടെ ജാമ്യഹർജി വന്നപ്പോൾ മഞ്ജുഷ പറഞ്ഞില്ല, അങ്ങനൊരു വാദം അവിടെ ഉന്നയിച്ചില്ല. അതെന്തുകൊണ്ടാണ്? അതിനെ എതിർക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ മഞ്ജുഷയ്ക്ക് അന്ന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ അവരുടെ വാദം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, കൃത്യമായ അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട്, കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇതിൽ എന്താ പറയേണ്ടത്, എത്ര ഉന്നതനായാലും പ്രതി എത്ര സ്വാധീനമുള്ള ആളാണെങ്കിലും ശരി, ഒരു വിധത്തിലും യാതൊരു വിധത്തിലും നിയമം ലംഘിക്കാൻ അനുവദിക്കില്ല, അതതിൻ്റെ വഴിക്ക് പോവും. പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കും എന്നാണ് സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിലുള്ളത്. എന്ന് മാത്രമല്ല, അവസാനം പറഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങളിതൊക്കെ പറഞ്ഞു, കോടതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാം. അതൊരു തരം എന്താ പറയേണ്ടത്, കൈകഴുകലാണ്. അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI കോടതി അറിയിച്ചു. കോടതി ചോദിച്ചിരുന്നു, CBI ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ്, കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കും. അത്രേ കോടതി നിർദ്ദേശിക്കണമെങ്കിൽ ഈ കേസ് ഡയറി പരിശോധിക്കണം, അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം, ഇത് CBIക്ക് വിടണമെന്നുള്ള തെളിവുകൾ ഇല്ലാതെ കോടതി പറഞ്ഞു. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ഇവിടെ സംസ്ഥാന സർക്കാർ കോടതിയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ എന്താ പറയണ്ടേ, ഇത് സത്യവാങ്മൂലം സമർപ്പിച്ച കൂട്ടത്തിൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത്, ഞങ്ങൾ അന്വേഷണം കൈമാറാൻ തയ്യാറല്ല, ഞങ്ങൾ തയ്യാറല്ല, ഇനി കോടതി നിർബന്ധിച്ച് തീരുമാനിച്ച് CBI അന്വേഷണം വേണമെന്ന് ഉത്തരവിട്ടാൽ അതങ്ങനെ നടക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ, CBI അന്വേഷണം ഈ കീഴ്ക്കോടതി ഹൈക്കോടതി പറഞ്ഞാൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും, വീണ്ടും അവിടെ ഹരീഷ് സാൽവയെ പോലെയുള്ള അല്ലെങ്കിൽ കപിൽ സിബിലിനെ പോലെയുള്ള അഡ്വക്കേറ്റുമാർക്ക് വലിയ തുകകൾ ഫീസായിട്ട് കൊടുക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തായാലും കേസ് 12-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 12-ാം തീയതി വിശദമായ വാദം ഇതിന്മേൽ നടക്കും എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വീഴ്ചയുണ്ടോ ഇല്ലയോ എന്ന് ഈ കേസ് ഡയറി പരിശോധിച്ച് ഒരു നിർണയത്തിലെത്തും. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോട് 100% നീതി പുലർത്തുന്ന അന്വേഷണമാണ് നടന്നതെന്ന് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ വിശദമായ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വിശദമായ വാദം 12-ാം തീയതി നടക്കും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, മഞ്ജുഷ കീഴ്ക്കോടതിയിൽ ദിവ്യയുടെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് നൽകിയ എന്താ പറയണ്ടേ, സത്യവാങ്മൂലവും തുടങ്ങിയ കാര്യങ്ങൾ അഭിഭാഷകനെ നിയോഗിച്ചിരുന്നല്ലോ, അന്ന് പറയാത്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് കോടതിക്ക് ഈ സർക്കാരിനൊരു പിടിവള്ളിയായിരിക്കുന്നത്. സർക്കാർ അത് വെച്ച് വാദിക്കുകയാണ്, അന്ന് ഇതൊന്നും പറഞ്ഞില്ലല്ലോ, അന്ന് അവിടെ ഇത് പറഞ്ഞില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇവിടെ വന്നിത് പറയുന്നത് എന്ന് സർക്കാർ
വലിയ രീതിയിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മഞ്ജുഷയുടെ കൈവശം എന്തൊക്കെയോ തെളിവുകളുണ്ട്. അതുള്ളത് കൊണ്ടാണ് മഞ്ജുഷ അവിടെ മിണ്ടാതിരുന്നിട്ട്, കീഴ്ക്കോടതിയിൽ മിണ്ടാതിരുന്നിട്ട്, കാരണം കീഴ്ക്കോടതിയിൽ അത് പറഞ്ഞാൽ ഒരു പക്ഷേ പോലീസ് അതിന് ബദലായ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഈ അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് സംശയിച്ചിട്ടാണ് മഞ്ജുഷ അത് മിണ്ടാതിരുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ മഞ്ജുഷ അത് ഹാജരാക്കിയാൽ അത് സംസ്ഥാന സർക്കാരിനും കേരള പോലീസിനും കനത്ത തിരിച്ചടിയായിരിക്കും. ദിവ്യ ഉൾപ്പെടെയുള്ളവർ എന്ത് സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണുകയേ നിവൃത്തിയുള്ളൂ. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയെ തുടക്കം മുതൽ തന്നെ വലിയൊരു സംശയത്തിൻ്റെ നിഴലിൽ ആഴ്ത്തിയത് പ്രധാനപ്പെട്ട നിർണായക തെളിവുകളൊന്നും ശേഖരിച്ചില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഇൻക്വസ്റ്റ് നടപടി, പോസ്റ്റ്മോർട്ടം നടപടികൾ ബന്ധുക്കൾ വരുന്നതിന് മുമ്പേ നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ല. അദ്ദേഹം വന്നപ്പം ആ CCTV ദൃശ്യങ്ങളില്ല, റെയിൽവേ സ്റ്റേഷനില്ല, ഫോൺ കോൾ രേഖകളില്ല, തുടങ്ങിയ കാര്യങ്ങളൊന്നും പോലീസ് ഇത്രയും ദിവസമായിട്ടും ഇത് മാത്രമല്ല ശേഖരിച്ചിട്ടില്ല. പ്രശാന്തനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് പറച്ചിലല്ലാതെ പ്രശാന്തനെ ശരിയായ വിധത്തിൽ ചോദ്യം ചെയ്യുകയോ, പ്രശാന്തൻ വിജിലൻസിൻ്റെ, അതായത് കൈക്കൂലി കൊടുത്ത ആളും കുറ്റക്കാരനാണ്, അപ്പോൾ വിജിലൻസിന് പ്രശാന്തനെ അറസ്റ്റ് ചെയ്യാം, ഇവിടെ അതൊന്നും നടന്നിട്ടില്ല. വളരെ കൃത്യമായിട്ട് പോലീസ് ഒളിച്ചു കളിക്കുകയാണ്. ഈ ഒളിച്ചുകളി ഹൈക്കോടതിയിൽ തുറന്നു കാട്ടാൻ മഞ്ജുഷയ്ക്ക് പറ്റിയാൽ CBI വരും. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ മഞ്ജുഷ മറ്റൊരു കാര്യം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ഈ തെളിവുകൾ നഷ്ടപ്പെടാതെ നോക്കണം, അല്ലേ? ഫോൺ രേഖകൾ, CCTV ദൃശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, മറ്റ് രേഖകൾ, ഇതൊന്നും നഷ്ടപ്പെടാതെ സംരക്ഷിക്കണം. ഇത് നഷ്ടപ്പെടുത്തും എന്ന് മഞ്ജുഷ സംശയിക്കുന്നതായിട്ട് വ്യക്തമാണ്. അതുകൊണ്ടാണ് മഞ്ജുഷ ഹൈക്കോടതിയിലടക്കം ഈ കേസിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് സംരക്ഷിക്കണം, ഈ തെളിവുകളിലെല്ലാം കൃത്രിമം വരുത്താൻ സാധ്യതയുണ്ട്. മഞ്ജുഷയ്ക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് എന്തോ ഒരു ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മഞ്ജുഷ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഡിസംബർ 12-ാം തീയതി വളരെ കൂലങ്കഷമായ വാദം കോടതിയിൽ നടക്കും. ഇഴകീറി തെളിവുകൾ പരിശോധിക്കും. കേസ് ഡയറി അവിടെ ഒരു നിർണായക ഘടകമാണ്. അതിനകത്തുള്ള വീഴ്ചകൾ, അതിനകത്തുള്ള പോരായ്മകൾ, അതിലെ യുക്തിയില്ലായ്മ, ഇതൊക്കെ ഹൈക്കോടതി പരിശോധിച്ച് ഒരു തീരുമാനത്തിലെത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അന്ന് വിധി വരാനുള്ള സാധ്യതയില്ല. വിധി പിന്നീടായിരിക്കും വരിക. അന്ന് എന്തായാലും നമുക്ക് മനസ്സിലാകും ഇത് CBI വരുമോ ഇല്ലയോ എന്ന്, ഏതാണ്ട് അന്ന് മനസ്സിലാകും.